الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس صدق الله مولانا العلي العظيم أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു നീതി ഇഷ്ടപ്പെടുന്നു. ജനങ്ങളോട് നീതിപൂർവം പെരുമാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. സ്വന്തമായി ജീവിതത്തിൽ നീതിപൂർവം പെരുമാറുവാനും സമൂഹത്തിൽ നീതി നടപ്പിലാക്കുവാനും സർവശക്തനായ അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം തന്നെ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്ന് സൂറത്തുൽ ഹദീദിലെ 25-ാം സൂക്തം നമ്മെ പഠിപ്പിക്കുന്നു. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, തീർച്ചയായും നമ്മുടെ പ്രവാചകന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നാം അയച്ചിരിക്കുന്നു. വഅൻസൽനാ മഅഹുൽ കിതാബ, അവർക്ക് നാം കിതാബ് ഇറക്കിക്കൊടുത്തിരിക്കുന്നു. വൽ മീസാന, മീസാനും ത്രാസും തുലാസും നാം അവർക്ക് നൽകിയിരിക്കുന്നു. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടിയാണത്. ഇവിടെ മീസാൻ കൊണ്ട് ഉദ്ദേശിച്ചത് നീതിയുടെ പ്രതീകമായ നിയമവ്യവസ്ഥകളാണ്. നീതിയുടെ പ്രതീകമാണല്ലോ തുലാസ്. കോടതികളിൽ കണ്ണുകെട്ടിയ ദേവത തുലാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നു. അഥവാ നീതിയുടെ പ്രതീകമാണത്. മുഖം നോക്കാതെ നീതി നടപ്പിലാക്കും എന്നതിൻ്റെ സൂചകമാണ് ഈ തുലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി, അവരെ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനു വേണ്ടി. എന്തിനു വേണ്ടിയാണിത്? ഈ കിതാബും ഈ ദൃഷ്ടാന്തങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാണ്? ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിപൂർവം ജീവിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു സൂറത്തുൻ നിസായിലെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈനി വൽ അഖ്റബീൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതി നടപ്പിലാക്കുന്നവരായിരിക്കണം. ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവരുമായിരിക്കണം. വലൗ അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതി നടപ്പിലാക്കുന്നവരായിരിക്കണം. അബിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കണം.
വൽ അഖ്റബീന, നിങ്ങളുടെ ബന്ധുക്കൾക്കെതിരാണെങ്കിലും നീതിയുടെ പക്ഷമാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് മതത്തിനേക്കാളും ബന്ധത്തെക്കാളും എല്ലാം പ്രധാനം നീതിയാണ്. നീതിയുടെ പക്ഷം നിൽക്കണം സത്യവിശ്വാസി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. അത് സ്വന്തക്കാർക്കെതിരാണെങ്കിലും ശരി, ബന്ധുക്കൾക്കെതിരാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു കേസ് എത്തുകയുണ്ടായി. മഖ്സൂം ഗോത്രം എന്ന് പറയുന്ന പ്രമുഖമായ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തുകയുണ്ടായി. അവർക്കെതിരെ ശിക്ഷ നടപ്പിലാക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ശിക്ഷയിലെ ലഘൂകരണം ലഭിക്കുന്നതിന് വേണ്ടി ശുപാർശ നടത്താൻ വേണ്ടി ആ കുടുംബം കൂടിയാലോചിക്കുകയാണ്. മഖ്സൂം ഗോത്രം കൂടിയാലോചിക്കുകയാണ് ഈ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ വേണ്ടി. എങ്ങനെ ആര് പോകും നബിയുടെ അടുക്കലേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധത്തെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഈ ബന്ധുവിൻ്റെ കരച്ഛേദം നടത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസഹ്യമാണ്, അത് അപമാനമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ലഘൂകരണം കിട്ടുന്നതിന് വേണ്ടി ആരെയെങ്കിലും നബിയുടെ അടുക്കിലേക്ക് അയക്കണമെന്ന് അവർ കൂടിയാലോചിക്കുകയാണ്. അവസാനം നബിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയക്കുവാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. പ്രവാചകന് കോപം വന്നു. പ്രവാചകൻ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് ഉസാമ നീ പറയുന്നത്? അള്ളാഹുവിൻ്റെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടിയാണോ നീ എന്നോട് ആവശ്യപ്പെടുന്നത്? പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്, അല്ലയോ സ്വഹാബ, നിങ്ങളുടെ പൂർവികന്മാർ നശിക്കാൻ കാരണം എന്തെന്നറിയുമോ? അവരിൽ വലിയ ആളുകൾ തെറ്റു ചെയ്താൽ അവരെ വെറുതെ വിടും, അവരിൽ ചെറിയ ആളുകൾ തെറ്റു ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഇതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പൂർവികന്മാർ നശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇല്ല, നീതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല, ഒരു വിവേചനവും ഇല്ല. എൻ്റെ മകൾ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ എൻ്റെ പ്രിയ പുത്രി ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിൽ പരസ്യമായി അവരുടെ കരച്ഛേദം ഞാൻ നടത്തും എന്ന് തൻ്റെ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അത്രയ്ക്കും നീതിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ, ബന്ധുവാണെന്നോ കൂടെയുള്ളവരാണെന്നോ കൂടെ പിറപ്പുകളാണെന്നോ സ്വന്തം മതത്തിൽപ്പെട്ടവരാണെന്നോ അങ്ങനെയൊരു നടപടി നടപ്പിലാക്കി കഴിഞ്ഞാൽ മറുപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് ഞങ്ങൾ വിധേയമാകുമെന്നോ ഉള്ള യാതൊരു നോട്ടവും ഇല്ലാതെ കൃത്യമായി നിഷ്കൃഷ്ടമായ നീതി പാലനമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നബിയുടെ അധ്യാപനം അതാണ്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഉഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. സൂറത്തുൽ മാഇദ 8-ാമത്തെ ആയത്ത്. സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. ആവർത്തിച്ചു പറയാണ്. നേരത്തെ സൂറത്തു നിസായിലെ 135-ാമത്തെ ആയത്തിലും ഇതേ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതാ നോക്കൂ നിങ്ങൾ, അതേ ആശയത്തിൽ തന്നെയാണ് സർവശക്തനായ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിയുടെ സാക്ഷികളുമാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരിക്കലും ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം അവരോട് അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കരുത്. നിങ്ങളെ ഒരു ജനവിഭാഗത്തോടുള്ള എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലും വിരോധമോ ഒരിക്കലും അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നോക്കണേ നിങ്ങൾ, നീതി പാലനത്തിൻ്റെ കാര്യത്തിൽ മതപക്ഷപാതിത്വമില്ല, കുടുംബപക്ഷപാതിത്വമില്ല, വർഗീയതയില്ല, സ്വജനപക്ഷപാതിത്വമില്ല. വളരെ കൃത്യമാണ്, നീതിയുടെ പക്ഷം മാത്രമാണ് സത്യവിശ്വാസി നിലകൊള്ളുക. അവിടെ ഒന്നുകൂടി ഊന്നി പറയാൻ നമുക്ക്, മതത്തിൻ്റെ പക്ഷം പോലും അല്ല, നീതിയുടെ പക്ഷമാണ്. അതിന് ഉപോത്ബലകമായിട്ടുള്ള ആയത്തുകൾ നമുക്ക് കാണാം, അതിന് ഉപോത്ബലകമായിട്ടുള്ള പ്രവാചക ചരിത്രം നമുക്ക് കാണാം.
നോക്കണേ, നിങ്ങൾ സൂറത്തുൻ നിസായിലെ 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ പഠിക്കൂ. 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്താണ്? അതിൻ്റെ സബബുൻ നുസൂലായിട്ട് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ഒരിക്കൽ അൻസാരികളിൽപ്പെട്ട തഅമത്ത് ഇബ്നു ഉബൈരിക് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുസ്ലിമാണ്. പ്രത്യക്ഷത്തിൽ അദ്ദേഹം മുസ്ലിം നാമധാരിയാണ്, മുസ്ലിമാണ്. അദ്ദേഹം ഖതാദ ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിലെ ഒരു പടയങ്കി മോഷ്ടിക്കുകയുണ്ടായി. പടയങ്കി മോഷ്ടിച്ചു. അന്വേഷണം വന്നു. അന്വേഷണം എത്തിയപ്പോൾ ഇത് തഅമത്ത് ഇബ്നു ഉബൈരിക്കാണ്, ഉബൈരിക്കിന്റെ മകനാണ് ഇത് മോഷ്ടിച്ചത് എന്നുള്ള വാദവുമായി ഖതാദ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ഈ വിവരം അറിഞ്ഞ ഉടനെ ഈ തഅമത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ആ പടയങ്കി എടുത്തിട്ട് അടുത്തുള്ള ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ഭക്ഷണ സാധനങ്ങളും ഈ പടയങ്കിയും കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് സൂക്ഷിക്കാൻ വേണ്ടി വെക്കണം അവിടെ. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹം അറിയുകയില്ല ഇത് മോഷ്ടിച്ചതാണ് എന്ന്. ഈ ഉബൈരിക്കിന്റെ മകൻ വന്നുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ പടയങ്കി മോഷ്ടിച്ചിട്ടില്ല, ഞാനല്ല മോഷ്ടിച്ചത്. അദ്ദേഹം പറഞ്ഞു, ജൂതനാണ് മോഷ്ടിച്ചത്. നോക്കണം, നിങ്ങളെ വിശ്വാസവഞ്ചന നടത്തുകയാണ്. ഇദ്ദേഹം കപടനാണ്. മുസ്ലിമാണെങ്കിലും പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണ്. പക്ഷേ കാപ്പട്യം നോക്കണേ, വിശ്വാസവഞ്ചന നോക്കണേ. ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അത് ജൂതനാണ് എന്നിട്ട് ഒറ്റുകൊടുക്കുകയാണ്. ജൂതന്റെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുമെന്ന്. തൊണ്ടി മുതൽ ജൂതന്റെ വീട്ടിൽ നിന്ന് തെളിവ് സഹിതം പിടിക്കുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായും കുറ്റവാളി ആരാണ് നബിയുടെ മുന്നിൽ? അത് ജൂതനാണ്. ജൂതൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചതല്ല, തഅമത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്, സൂക്ഷിക്കാൻ വേണ്ടിയാണ്. തഅമത്ത് അത് നിഷേധിച്ചു, അതിനൊരു തെളിവുമില്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. തെളിവുകൾ മുഴുവനും സംസാരിക്കുന്നത് ജൂതനെതിരെയാണ്. അങ്ങനെ ജൂതനെതിരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലപാട് സ്വീകരിച്ചു. മുസ്ലിമീങ്ങളും ആ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഖതാദ ഇബ്നു നുഅ്മാൻ തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞു, അത് ജൂതനല്ല മോഷ്ടിച്ചത്, അത് തഅമത്ത് ഇബ്നു ഉബൈരിക്ക് തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രത്യക്ഷമായിട്ടല്ലേ വിധിക്കാൻ പറ്റുള്ളൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞു, അത് ജൂതന്റെ വീട്ടിൽ നിന്നല്ലേ ആ പടയങ്കി നമ്മൾ കയ്യോടുകൂടി എടുത്തിട്ടുള്ളത്, പിടിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെ തഅമത്തെ നീ തെളിവില്ലാതെ കണ്ട് ഒരാൾക്കെതിരെ, ഒരു മുസ്ലിമിനെതിരെ നീ വാദിക്കുക എന്ന് ചോദിച്ചു. വല്ലാത്ത വിഷമം വന്നു തഅമത്തിന്. കാരണം തഅമത്തിന് ബോധ്യമാണ്, പക്ഷേ തെളിവുകളില്ല. പക്ഷേ ആകാശത്ത് നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ആ ജൂതനായ അവിശ്വാസിയായ, പല രംഗത്തും പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ ജൂതന്മാരുടെ തോന്നിവാസത്തെ സംബന്ധിച്ച്, വിശ്വാസവഞ്ചനയെക്കുറിച്ച്, അവരുടെ നെറികേടിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചു പറഞ്ഞ അതേ ജൂതനെക്കുറിച്ച് അവന്റെ പക്ഷത്താണ് നീതി എന്ന് കണ്ടപ്പോൾ പടച്ചതമ്പുരാൻ ആകാശത്ത് നിന്ന് വഹിയിറക്കിക്കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ജൂതൻ നിരപരാധിയാണ്, ഇവനാണ് മുസ്ലിം നാമധാരിയാണ്, വഞ്ചകൻ. ആ വഞ്ചകന് വേണ്ടി സ്വജനപക്ഷപാതിയായി താങ്കൾ സംസാരിക്കാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവന് വേണ്ടി ആര് വാദിക്കാനുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ ആ ആയത്തുകൾ എണ്ണി പറയുന്നില്ല, സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. അതിന്റെ ആശയത്തിന്റെ ഉള്ളടക്കം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് വായിക്കുക. സൂറത്തുൻ നിസായിലെ 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ. എത്ര മനോഹരമായിട്ടാണ് മതം നോക്കാതെ, പ്രവാചകനെ പോലും നോക്കാതെ സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഒരൊറ്റ ആയത്ത് മതി, അല്ലെങ്കിൽ ഈ ആയത്തുകൾ മാത്രം മതി, ഈ ആയത്തുകൾ മാത്രം മതി പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത് വ്യക്തമാകാൻ. പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത് കാരണം ആർക്കും അറിയില്ല. ഈ തഅമത്ത് മാത്രമാണ് സാക്ഷിയായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമാണ് സംശയം. ഈ തഅമത്തിനെ കുറിച്ച് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ് ഇദ്ദേഹമാണ് മോഷ്ടിച്ചത് എന്നുള്ള അഭിപ്രായമുള്ളത്. ബാക്കിയുള്ളവരുടെയൊക്കെ അഭിപ്രായം ഉബൈരിക്കിന്റെ മകനാണ് മോഷ്ടിച്ചത് എന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി പോലും ജൂതനെതിരായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജൂതന് അനുകൂലമായിട്ട് വിധി പ്രഖ്യാപിക്കുകയാണ്. ഇത് മതി പരിശുദ്ധ ഖുർആന്റെ നീതിബോധവും പരിശുദ്ധ ഖുർആന്റെ അമാനുഷികതയും തെളിയിക്കാനെന്ന് സയ്യിദ് ഖുത്ബ് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നിഷ്കൃഷ്ടമായ നീതി നിർവഹണമാണ് സത്യവിശ്വാസികൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്തുകൾ നമ്മോട് പറയുന്നത്. നീ സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ലാ യൻഹാകുമുല്ലാഹു
അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ തടയുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളോട് പരസ്യമായ യുദ്ധം പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്ന് അട്ടിപ്പുറത്താക്കുകയും ചെയ്യാത്ത ആളുകളുമായി അവരോട് നന്മ പ്രവർത്തിക്കുന്നതും അവർക്ക് വേണ്ടി നീതി നിർവഹണം നടത്തുന്നതും നീതിപൂർവം പെരുമാറുന്നതും അള്ളാഹു തടയുന്നില്ല. നോക്കണേ, നിങ്ങളോട് പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാത്ത, നിങ്ങളെ യുദ്ധം ചെയ്തുകൊണ്ട് നിങ്ങളെ നാട്ടുകളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്നോ പുറത്താക്കണമെന്നോ നിങ്ങൾ വർഗീയവാദികളാണെന്നോ തീവ്രവാദികളാണോ എന്നൊന്നും ആക്ഷേപിക്കാത്ത നല്ലവരായ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമല്ലോ, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ. അവരോടൊക്കെ നന്മയിൽ വർത്തിക്കണമെന്നും അവരോട് നീതിപൂർവ്വം നിങ്ങൾ പെരുമാറണമെന്നും ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അങ്ങനെ നീതിപൂർവ്വം പെരുമാറുന്നവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നു എന്നുമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അപ്പം മതത്തിന്റെ പേരിൽ അനീതി കാണിക്കാൻ പാടില്ല, മതത്തിന്റെ പേരിൽ ഒരാൾക്ക് നന്മ തടയാൻ പാടില്ല, എല്ലാവരോടും നീതിപൂർവ്വം പെരുമാറണം. ഇനി നമ്മളെ സ്വന്തക്കാരാണെന്ന് കരുതുക, നമ്മളെ സ്വന്തക്കാരാണ്, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ, അവരോട് നമുക്ക് വിവേചനം കാണിക്കാൻ പറ്റും. ഉദാഹരണത്തിന് മക്കളുണ്ട്, മക്കളോട് വിവേചനം കാണിക്കാൻ പറ്റും, ഭാര്യയോട് അനീതി കാണിക്കാൻ പറ്റും. എൻ്റെ ഭാര്യയല്ലേ, എനിക്കെന്തും പറയാം, എൻ്റെ മക്കളല്ലേ, അവരോട് ഞാൻ വിവേചനം കാണിക്കും, അതിനുള്ള അധികാരം എനിക്കുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി ഇരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഓടി വന്നു. ആൺകുട്ടി ഓടി വന്നപ്പോൾ ആ ആൺകുട്ടിയെ സ്നേഹത്തോടു കൂടി ആവേശത്തോടു കൂടി അദ്ദേഹം എടുത്തു, ഉമ്മം വെച്ചു, തൻ്റെ മടിയിൽ ഇരുത്തി. ഒരല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പെൺകുട്ടി ഓടി വരികയാണ്. ആ പെൺകുട്ടി ഓടി വന്നപ്പം അദ്ദേഹം ആ പെൺകുട്ടിയെ എടുത്ത് തൻ്റെ സൈഡിൽ ഇടതുഭാഗത്തിരുത്തി. ഇത് കണ്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫഹല്ല അദൽത ബൈനഹുമാ, നീ എന്തുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അദൽത, നീതി നീ പാലിച്ചില്ല എന്നാണ്. ഫഹല്ല അദൽത ബൈനഹുമാ, എന്തുകൊണ്ട് നിന്റെ രണ്ട് മക്കൾക്കിടയിൽ നീ നീതി പാലിച്ചില്ല എന്നാണ്. ഒരു കുട്ടിയെ നീ എടുത്ത് ചുംബിച്ചു മടിയിലിരുത്തി, മറ്റേ കുട്ടി വന്നപ്പം ചുംബിച്ചില്ല, മടിയിലിരുത്തില്ല, നീ ഒരു ഭാഗത്ത് നിന്റെ അടുത്തിരുത്തി. പാടില്ല. അവർക്കിടയിലും നീ നീതി പാലിക്കണം, മക്കൾക്കിടയിലും നീ നീതി പാലിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നീതിയെ സംബന്ധിച്ച് രണ്ട് പദങ്ങളാണ് പ്രധാനമായിട്ടും പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഖിസ്താണ്, മറ്റൊന്ന് ആദിലാണ്. ഖിസ്ത്, ആദിൽ, നീതി, രണ്ടിന്റെയും അർത്ഥം ഏകദേശം ഒന്നാണെങ്കിലും ചിലപ്പോഴൊക്കെ വിശദീകരണത്തിൽ അർത്ഥവ്യത്യാസങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വിശദീകരണത്തിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഏതായാലും ഈ പദങ്ങൾ ഖുർആനിൽ ഇതിന്റെ രൂപഭേദങ്ങളുമായി ഏകദേശം 50-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു നീതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെയും ഭാഗമാണ് നീതി നടപ്പിലാക്കുക, നീതിപൂർവം പെരുമാറുക. അവനവന്റെ കുടുംബത്തിൽ, അവനവനോട്, പൊതുസമൂഹത്തിൽ, എല്ലായിടങ്ങളിലും പാർട്ടിയും സംഘടനയും മതവും ഒന്നും നാക്കാതെ നീതിയുടെ പക്ഷത്ത് നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. എന്ന് മാത്രമല്ല, പ്രവാചകന്മാർ അവതരിക്കപ്പെട്ടത് ഈ നിഷ്കൃഷ്ടമായ കൃത്യമായ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതിക്ക് ഇത്ര കണ്ട് വില കൽപ്പിക്കുന്ന, ഇത്ര കണ്ട് സ്വന്തമായി നീതി നടപ്പിലാക്കണമെന്നും നീതിയുടെ പ്രയോക്താക്കളും പ്രണേതാക്കളുമാകണമെന്ന്, ആരോടും വിവേചനം കാണിക്കരുത്, പക്ഷപാതിത്വം കാണിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമും മുസ്ലിമീങ്ങളുമാണ് ഇന്ന് ഏറ്റവും വലിയ നീതി നിഷേധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ നീതി നിഷേധത്തിന് നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ലോകത്തും ഇന്ന് ഏറ്റവും കൂടുതൽ നീതി നിഷേധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗം, മതവിഭാഗം അത് മുസ്ലിമീങ്ങളാണ്. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം, വിവേചനങ്ങൾ നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ നടക്കുകയാണ്. പച്ചക്കുള്ള വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ, നീതിയുടെ നേരെ എതിരാണല്ലോ വിവേചനം എന്നുള്ളത്. അനീതി, ഇൻജസ്റ്റിസ്, അത് നമ്മൾ നേരക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറയുകയാണ്, മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെന്ന് മാത്രമല്ല,
ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ്, പാകിസ്ഥാൻ അനുകൂലികളാണ് എന്ന് പറഞ്ഞിട്ട് പച്ചത്തെറിയാണ് മുസ്ലിമീങ്ങളെ വിളിക്കുന്നത്. അതേ സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു, ഹണി റോസ് ബേബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കുന്നു. അതേ സമയത്ത് നമ്മൾ കാണുന്നു ഈ മാന്യദേഹമായ പൂഞ്ഞാറുകാരനെതിരെയും കേസ് കൊടുക്കുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ദ്രുതഗതിയിലുള്ള വളരെ വേഗതയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. എത്ര പെട്ടെന്നാണ്! നമ്മൾ കേരള പോലീസിനെ അഭിനന്ദിക്കുന്നു. അങ്ങനെയാണ് നീതി നടപ്പിലാക്കേണ്ടത്. തന്നെ ആക്ഷേപിച്ചുകൊണ്ട്, തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട്, തന്നെയും തന്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണത്. ആക്ഷേപത്തിൽ അർത്ഥമുണ്ടോ? വേഷവിധാനങ്ങൾ എങ്ങനെ? അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പോലീസിന്റെ നടപടികൾ എത്ര കണ്ട് വേഗതയിലും എത്ര കണ്ട് കൃത്യതയോടും കൂടിയാണ്. എന്നാൽ അതിലേറെ ഒരു സമുദായത്തെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ നിയമങ്ങള് മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് പരസ്യമായി വിഷം വിസർജിക്കുന്ന ഒരു ചാനലിൽ വന്നുകൊണ്ടിരുന്നുകൊണ്ട് കാളിന്തിയിലെ കാളക്കൂടം പോലുള്ള വിദ്വേഷത്തിന്റെ വിഷം തുപ്പിയിട്ട് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ഇതേ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നത് എന്റെ നീതിബോധമാണ്, എന്റെ മതപക്ഷപാതിത്വമല്ല. ചോദിക്കുന്നത് എന്റെ നീതിബോധമാണ്. പ്രിയമുള്ളവരെ, വിവേചനം എവിടെയും പാടില്ല. നിയമവും നീതിയും നടപ്പിലാക്കുമ്പോൾ, രണ്ട് കുട്ടികൾ ഒരുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരാൾക്ക് പ്രത്യേക പരിഗണന നൽകാൻ പാടില്ല. അത് സ്വന്തം മക്കളാണെങ്കിൽ പോലും ഒരു കുട്ടിയോട് വിവേചനം കാണിക്കാൻ പാടില്ല. നോക്കണേ, നിങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ നമ്മുടെ കേരളത്തിലാവട്ടെ എവിടെയും ആവട്ടെ, ഞാൻ പറയുന്നു, അഭിമാനത്തോടു കൂടെ പറയുന്നു, ആത്മവിശ്വാസത്തോട് പറയുന്നു, ഇത്ര കണ്ട് നീതിബോധമുള്ള, വർഗീയതയില്ലാത്ത, മറ്റു മതങ്ങളെ അവരോട് വിരോധവും വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്താത്ത, പരമത വിദ്വേഷം ഇല്ലാത്ത ഒരു സമുദായം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങൾ മാത്രമാണ്. പക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണ്? വിദ്വേഷികൾ, ആരാണ്? രാജ്യദ്രോഹികൾ. ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ മതരാഷ്ട്രവാദികൾ, അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ. ഇവിടെ പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവിടെ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനൊക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നീതിയുടെ പക്ഷം നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ആഗോളതലത്തിൽ നടക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ പൊളിറ്റിക്കൽ ഭീകരതയെ സംബന്ധിച്ച്, ടെററിസത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഹൈന്ദവ ടെററിസത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? എവിടെയും ടെററിസം, ഭീകരത എന്ന് പറഞ്ഞാൽ ആരാ? അത് മുസ്ലിമീങ്ങൾ. വർഗീയത ആർക്ക് ചാപ്പകുത്തി നൽകിയിരിക്കുന്നു? അത് മറുപക്ഷം മുസ്ലിമീങ്ങളുടെ വർഗീയത കൊണ്ട് മറ്റുള്ളവർ വളരുന്നു എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാം. ഇതൊക്കെ നീതി നിഷേധമാണ്, ഇതൊക്കെ വിവേചനമാണ്. എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ അവരുടെ വോട്ട് കൊണ്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ അത് വർഗീയതയുടെ കൂട്ടായ്മയായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും വലിയ അപകടകരമായ നിരൂപണങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. അത് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള വർഗീകരണവും ഇല്ല. നമ്മൾ നീതി, സത്യം അതെവിടെയാണോ ആത്മാർത്ഥമായി അതിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടവരും നിൽക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിലകൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ സമീപത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നീതി നിഷേധത്തിനെ സംബന്ധിച്ച് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വഖഫ് ഭൂമിയാണ് മുനമ്പത്തുള്ളത്. 404.7 ഏക്കർ ഭൂമി ഒരു ഉദാരമതിയായ, സമുദായ സ്നേഹിയായ ഒരാൾ മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യത്തിന് വേണ്ടി, ഫാറൂഖ് കോളേജിന് വേണ്ടി അദ്ദേഹം വഖഫ് ചെയ്ത ഭൂമിയാണ് മുനമ്പത്തെ ഭൂമി. ആ ഭൂമി പക്ഷേ ഇന്ന് ഫാറൂഖ് കോളേജിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് അവരാണ് ഏറ്റവും വലിയ പ്രതികളെന്ന് പറയാതിരിക്കാൻ പറ്റൂല. അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാണ്, അവരുടെ സൂക്ഷ്മത കുറവാണ്. വഖഫ് ഭൂമി ഒരിക്കലും വിൽക്കാൻ പാടില്ല. അവർ വിറ്റു. അതോ വഖഫ് ഭൂമിയാണെന്ന് അറിഞ്ഞിട്ടും ഭരണകൂട സംവിധാനം അത് രജിസ്റ്റർ ചെയ്തു കൊടുക്കുന്നു.
വഖഫ് ഭൂമിയാണ്, വിൽപ്പനക്ക് പാടില്ലാത്ത ഭൂമിയാണെങ്കിൽ രജിസ്ട്രാർ ഒരിക്കലും അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവിടെയും അനീതി കാണിക്കുന്നു. അത് വഖഫ് ഭൂമിയാണെന്ന് ആധാരം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ നിയമം അനുസരിച്ചുകൊണ്ട് വഖഫ് ഭൂമി വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ പൗരന്മാർക്കറിയാം. അതൊക്കെ അറിഞ്ഞിട്ടും അത് വാങ്ങിക്കുന്നു. സ്വാഭാവികമായും അവിടെ വൻകിട റിസോർട്ട് ഭീമന്മാർ അവിടെ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവർ ആ ഭൂമിയെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അത് ചോദിക്കുമ്പോൾ അതിൻ്റെ ന്യായാന്യായത്തെ സംബന്ധിച്ചല്ല, അത് നമ്മൾ മുസ്ലിങ്ങൾ മാത്രമല്ല പറയുന്നത്, അത് വഖഫ് ഭൂമിയാണ് എന്ന്. അത് ട്രൈബ്യൂണലുമല്ല. ഒരു വഖഫ് ഭൂമിയിൽ പ്രശ്നം വഖഫ് ബോർഡോ ട്രൈബ്യൂണലോ തീരുമാനിക്കുന്നു, അതിനെതിരെയുള്ള ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഹൈക്കോടതി പോലും വളരെ വ്യക്തമായി, കേരളത്തിൻ്റെ ഹൈക്കോടതി പോലും പറഞ്ഞു, ആ ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെയുള്ളവർ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ മുസ്ലിമീങ്ങൾ പ്രശ്നമുണ്ടാക്കിയിട്ടല്ല. പക്ഷെ അവിടെ ആക്ഷേപം ആരാ ഏൽക്കേണ്ടി വരുന്നത്? ഹൈക്കോടതിയാണോ? ഭരണകൂടമാണോ? അല്ല. തെറികൾ മുഴുവനും മുസ്ലിമീങ്ങൾക്കെതിരെ, വഖഫ് നിയമത്തിനെതിരെ. സംഘപരിവാർ പറയുന്നത് പോലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ള ആരോപണമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അരിയുന്തെന്ന് ആശേരിയെയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെ കയ്യേറാനുള്ള ഭൂമി കയ്യേറുന്നു, എന്നിട്ടോ മുസ്ലിമീങ്ങൾക്കെതിരെ വിഷം വിസർജിച്ചു കൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങൾ ആ കാര്യത്തിൽ വളരെ പക്വമായ നിലപാട്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാത്ത നിലപാട് സ്വീകരിച്ചു. പക്ഷേ അവരുടെ ഭൂമി അത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, മുസ്ലിമീങ്ങളെ ഭൂമി പോലുമല്ല, അത് ഫാറൂഖ് കോളേജിന്റെ ഭൂമി പോലുമല്ല. ഒരു ഭൂമി വഖഫ് ചെയ്താൽ അതിന്റെ ഉടമസ്ഥാവകാശം അത് അള്ളാഹുവിനാണ്, അള്ളാഹുവിന്റെ ഭൂമിയാണ്, ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ ഭൂമിയാണ്. അതിൽ വേണ്ട അതിൻ്റെ ഉപകാരങ്ങളും പ്രയോജനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുവാനുള്ള അധികാരം മാത്രമാണ് ആർക്ക് വേണ്ടി വഖഫ് ചെയ്തോ അദ്ദേഹത്തിനുള്ളത്. ഫാറൂഖ് കോളേജിന് അതിൻ്റെ ഉൽപ്പന്നങ്ങളോ അതല്ലെങ്കിൽ പ്രയോജനങ്ങളോ അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ ആ ഭൂമിയുടെ ഒരടി പോലും ഒരു ഇഞ്ച് പോലും വിൽപ്പന നടത്താൻ ഫാറൂഖ് കോളേജിന് അധികാരമില്ല. ഒന്നാം പ്രതി അവർ തന്നെയാണ്. പിന്നീട് ബാക്കിയുള്ളവരും ഭരണകൂടവും എല്ലാവരും ഒത്തുകളിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ നീതിയുടെ പക്ഷത്ത്, മുസ്ലിമിൻ്റെ പക്ഷത്താരും നിൽക്കേണ്ട, നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. അത് മുസ്ലിമീങ്ങൾക്കും കഴിയണം, നമുക്കെല്ലാവർക്കും കഴിയണം. നമുക്കൊരു പാർട്ടിയില്ല, സംഘടനയില്ല. നമ്മുടെ മതം നീതിയാണ്. അള്ളാഹു നീതിക്കൊപ്പം നിൽക്കാനാണ് പറഞ്ഞു. ഈ പറഞ്ഞ മുഴുവൻ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെട്ടല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ അനീതി മുമ്പിൽ അരങ്ങേറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ശബ്ദിക്കേണ്ടതും സത്യവിശ്വാസിയുടെ വിശ്വാസപരമായ കർത്തവ്യമാണ്, ബാധ്യതയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അനീതി നടക്കുമ്പോൾ മൗനികളാകുന്നത്, വിവേചനം നടക്കുമ്പോൾ മൗനികളാകുന്നത് അത് വിശ്വാസത്തിന്റെ താല്പര്യമല്ല എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അനീതിക്കും അക്രമങ്ങൾക്കും എതിരെ നിലകൊള്ളുവാനും നീതിയുടെ പക്ഷത്ത് നിൽക്കുവാനും സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, നാളെ ശനിയാഴ്ച നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാസാന്തം അവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന വനിതാ ക്ലാസ്സാണ്. നമുക്കറിയാം, അതൊരു ചടങ്ങാക്കി മാറ്റാതെ വിജ്ഞാനമാണ് ഏറ്റവും വലിയ ശാക്തീകരണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി സ്ത്രീകളുടെ എംപവർമെൻറ്റിനെ സംബന്ധിച്ച്, ശാക്തീകരണത്തിനെ സംബന്ധിച്ച്. ഈ എംപവർമെൻറ്റ്, വിമൻസ് എംപവർമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണ്ട. അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലോ കാണണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബം ആണും പെണ്ണും കൂടിയതാണ്. ഒരേപോലെ ചിന്തിക്കണം, പുരുഷനും സ്ത്രീയും ഒരേപോലെ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മളെ കുടുംബം തകരും. ഇന്നലെ എനിക്ക് മദ്രസയിലുണ്ടായ ഒരു അനുഭവം. ഒരു കുട്ടിയെ വൈകി വരുന്നത് കാരണം രക്ഷിതാവിനെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ആ കുട്ടി അതിൽ നിരപരാധിയാണ് എന്ന്
അവിടെ അപരാധികളാകുന്നത് മാതാവും പിതാവുമാണ്. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളാണ് പലപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിറകിലേട്ട് നയിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആണും പെണ്ണും നന്നാവണം, നമ്മുടെ കുടുംബം നന്നാവണം, നമ്മുടെ മക്കൾ നന്നാവണം, നമ്മുടെ ഭാര്യ നന്നാവണം, നമ്മൾ നന്നാവണം. നമ്മളൊക്കെ ഉഷാറാണ്, അവർ മോശമാണെന്നല്ല, എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഒരു വീട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ആദ്യം വേണ്ടത് അറിവാണ്, പിന്നെ വേണ്ടത് തഖ്വയാണ്. അറിവ് ഉപകാരപ്പെടണമെങ്കിൽ തഖ്വ വേണം. കാരണം കിട്ടിയ അറിവിനനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബം നല്ല അറിവും തഖ്വയുമുള്ള കുടുംബമാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ കാണും. കുടുംബം തന്നെ ഒരു സ്വർഗമായിട്ട് മാറും. സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് സത്യവിശ്വാസിക്ക് കുടുംബത്തിൽ സ്വർഗീയമായി ജീവിക്കാൻ പറ്റും. അതല്ല, ഇൽമും തഖ്വയും ഇല്ലെങ്കിലോ നമ്മുടെ കുടുംബം നരകമായിരിക്കും. കുടുംബത്തിലേക്ക് വരാൻ പുരുഷന് ഇഷ്ടപ്പെടുകയില്ല, പുരുഷൻ്റെ സാന്നിധ്യം സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല, വാപ്പാൻ്റെ വരവ് മക്കൾ ഇഷ്ടപ്പെടുകയില്ല. സ്കൂൾ വിട്ട് വന്നുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മാനെ കാണുമ്പോഴേക്ക് മക്കൾക്ക് അസ്വസ്ഥതയാണ്. കുറേ വളരുമ്പോഴാണ് കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കുക. അവർ പിന്നെ വീടിൽ നിന്ന് അകലാൻ, ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും അകലാൻ ശ്രമിക്കും. ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പോര് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ദാമ്പത്യ ജീവിതം പോലും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് വൈജ്ഞാനികമായിട്ട് നമ്മുടെ സഹോദരിമാരും ഉയരണം, വളരണം. അതുകൊണ്ട് തന്നെ അതിന് സഹായകമായി ചെറിയൊരു സംവിധാനമാണ് മാസാന്ത ക്ലാസ് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ എത്തിയിട്ടുള്ള സഹോദരിമാർ അവരുമായി ബന്ധപ്പെട്ടവരെയും ഇവിടെയുള്ള സഹോദരന്മാർ അവരുടെ കീഴിലുള്ള സഹോദരിമാരെയും അത്തരം ക്ലാസ്സുകളിലേക്ക് പറഞ്ഞേക്കുക. ആ ക്ലാസ്സുകളും സ്ത്രീ വിദ്യാഭ്യാസവും എങ്ങനെ വിപുലീകരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊടും പാവുമാകുന്ന സ്ത്രീ സമൂഹത്തിലേക്ക് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ വളരെ കുറവായിട്ടാണ് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈകല്യങ്ങളും കുറവുകളും നമ്മൾ കുടുംബത്തിലും സമൂഹത്തിലും കണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ നാളെ നടക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും സഹോദരിമാരെയും എല്ലാവരെയും നിങ്ങൾ പറഞ്ഞയക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തെ നന്നാക്കുമാറാവട്ടെ. അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നീതിപൂർവ്വം പെരുമാറാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സമൂഹത്തിൽ ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സമൂഹത്തിൽ ഉമ്മത്തിന് ശക്തിയും സ്വാധീനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിന് വേറെ വരുന്ന ആരോപണങ്ങളെയും ആക്ഷേപങ്ങളുടെയും മുനകൾ അള്ളാഹു ഒടിച്ചു കളയുമാറാവട്ടെ. അള്ളാഹു സമൂഹത്തിലും സമുദായത്തിലും ശാന്തിയും സമാധാനവും ഐക്യവും ഒരുമയും നിലനിർത്തുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം സ്വർഗ്ഗ പുങ്കാവനമാക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. നമ്മളെയും അവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل أقدامهم يا رب العالمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين في فلسطين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.